ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്. ഒരുപാട് സിയുടെ ഭാഗത്ത് ഒരുപാട് സ്വിച്ചുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വസ്തുക്കൾ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണത്, അതെങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പലരുടെയും ഒരു സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു വാഹനത്തിൻ്റെ AC എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇതാണ് വാഹനത്തിൻ്റെ സിയുടെ സ്വിച്ച്. ഇത് ഓണാക്കി കഴിഞ്ഞ് ഇതാണ് ഫാനിൻ്റെ, നമ്മൾ സാധാരണ ഒരു ഫാൻ കറക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഫാൻ കൂട്ടിയിടുന്നതിൻ്റെ ഇതാണ്. ഇപ്പോൾ 4 വരെ നമുക്ക് ഫാൻ പോകാൻ പറ്റും. അപ്പോൾ ശബ്ദം മാറി മാറി വരുന്നത് കണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെയാണ്. ഫാനിൻ്റെ വർക്കിംഗ് കൂടി വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ AC സ്വിച്ച് മനസ്സിലാക്കി, ഫാനിൻ്റെ സ്വിച്ച് മനസ്സിലാക്കി. ഇനി വേറെ കുറച്ച് കൺസോൾസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് 1, 2, 3, 4 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് AC എത്രത്തോളം പവർ, അതായത് നമ്മളോട് ചേർത്ത് നിർത്താമെന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ കാണുന്നൊരു ആരോ ഇല്ലേ, ഈ കാണുന്നൊരു ആരോ നമ്മുടെ ജസ്റ്റിന് നേരെ വരുന്ന AC വെൻറ്റിലേഷൻ ഓപ്പൺ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ താഴെയുള്ള ഒരു നോബ് ഓണായി നമ്മുടെ കാലിനോടും അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിൻ്റെ നേരെയും വരുന്ന രീതിക്കാണ് ഇതുള്ളത്. ഇത് ജസ്റ്റ് നമ്മുടെ കാലിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് വിൻഡോ ഉൾപ്പെടുന്ന വിൻഡോ, അതായത് ഈ കാണുന്ന ചിഹ്നമാണ് വിൻഡോയിൻ്റെ, അതായത് മിററിൻ്റെ ചിഹ്നം. ശേഷം ഇത് മിററാണ്. അങ്ങനെ ഓരോ ഇതനുസരിച്ച് നമുക്ക് ACയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന സ്വിച്ച്, ഈ കാണുന്ന കാറിൻ്റെ ഉള്ളിലൊരു ആരോ ഒടിഞ്ഞിരിക്കുന്ന കാണാം. അതുപോലെ തന്നെ ഒരു ആരോ ചെരിഞ്ഞിരിക്കുന്നതായിട്ടും കാണാം. ഈ ഒടിഞ്ഞിരിക്കുന്ന ആരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ആവശ്യമായ ACയിലോട്ടുള്ള എയർ, വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ എയർ റീസൈക്കിൾ ചെയ്ത് വരുന്നതിനാണ് ഈ ഒരു സിമ്പിൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പുറത്തുനിന്ന് എയർ വെൻറ്റിലേഷൻ വഴി പുറത്തുനിന്ന് എയർ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ കാലാവസ്ഥയിലും നമുക്ക് വാഹനങ്ങളെ സെറ്റ് ചെയ്യാൻ ആവശ്യമായ, വാഹനത്തിൻ്റെ ഉള്ളിൽ ഇപ്പം ഒരു ചൂട് കാലാവസ്ഥയിലാണ് നമുക്ക് ഈ കാണുന്ന റെഡ് ലൈനിലോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ തണുത്ത കാലാവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയയിലൊക്കെയാണ് നമുക്ക് ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. അതായത് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഹീറ്റാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ചൂട് കുറഞ്ഞു വന്ന് ലാസ്റ്റ് നമ്മുടെ AC പഴയതുപോലെ ആകുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത്രയും കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പം എന്തെങ്കിലും മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.